അടുത്തൊരമ്പലം വേണം, അതിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ജലമ വേണം, കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം. എങ്ങനെയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത്? ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലത്തിന്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീ ഓരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതായി ആരാധനാകും, അറിയാമോ പിതാക്കളെ ഇങ്ങനെയും ജീവിതം. മലച്ചെങ്കിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീ ഓരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതായി ആരാധനാകും, അറിയാമോ പിതാക്കളെ ഇങ്ങനെയും ജീവിതം. മലമുഴക്കിയും മലയണ്ണാനും സിംഹവാലനും വരയാടും, സഹ്യന്റെ മകൻ പരുവപ്പെടുത്തിയ മണ്ണ് വീടാക്കിയവർ ഒരുപാട്. കേട്ട നേരം തമ്പൂരാൻ നിന്നെ നോക്കി ആരില്ലെന്നു തരം ബാക്കിയായി. ഇത് നമ്മുടെ കേരളം, ഒരുമയുടെ നാട്, മനുഷ്യരുടെ നാട്. മുടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ.
മണകാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ നേരെ പിൻമുകിലും കണ്ടേ ഓരത്തൊരു മലരും നിൽപ്പേ കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. എന്നാൽ കേരളം ഇന്ന് പിടയുകയാണ്. ആർത്തിയുടെ, അധികാരത്തിന്റെ, അഹങ്കാരത്തിന്റെ കൈകൾ ഇന്ന് കേരളത്തിന്റെ മണ്ണിനെയും മനസ്സിനെയും വിഷലിപ്തമാക്കുന്നു. ലാഭനഷ്ട കണക്കുകളിൽ മനുഷ്യനും പ്രകൃതിയും ഇന്നിവിടെ രണ്ടാണ്, ശത്രുപക്ഷത്താണ്. ദൈവം എന്നോ പലായനം ചെയ്ത ദൈവത്തിന്റെ സ്വന്തം നാട്. ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാണുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴയിൽ കുതിച്ചു പോയി. കണ്ടു ഫലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായകളും തന്തിരത്താനേ താനാനേ, തന്തിരത്താനും നാനും നാനാനേ. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂട്ടോ. അവസാനം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താം.
ചുരമല്ല എവിടെയാണ്? ചുരമ്പടി സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ഞങ്ങളെ ജീവനും കൊണ്ട് ഓടുക, എങ്ങനെയും എങ്ങോട്ടേലും രക്ഷപ്പെടാൻ. നിന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചതൊക്കെ നീ ക്ഷമിക്കണം. നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇതിലും വലിയൊരു ദുരിതം ഞങ്ങൾക്കിനി വരാനില്ല. ഈ കാടിന്റെ ഉടയോരാണിവർ. ഇവർ നടന്ന വഴികളിൽ വളർന്നതാണ് ഈ കാണും വനമെല്ലാം. ഇവർ കൊമ്പുകൊണ്ട് കുത്തിയിളക്കി മണ്ണിലൂടെ ഒഴുകി നിറഞ്ഞ നദികളെ ഇവിടെയുള്ളൂ. മണ്ണും മരവും ഈ ഉറവുമെല്ലാം ഇവരുടെ ദാനം. ഓർക്കുക, ഈ ലോകം നമ്മുടേത് മാത്രമല്ല. എന്നാൽ നമ്മിൽ എത്ര പേർ ഇത് തിരിച്ചറിയുന്നു? ഉപഭോഗ സംസ്കാരത്തിന് അടിപ്പെട്ട ആധുനിക സമൂഹത്തിന് ലോകമൊരു കമ്പോളമാണ്. ജീവൻ ഒരു ഉൽപ്പന്നവും പ്രകൃതി കുപ്പത്തൊട്ടിയും. குடிப்போமாடா வீண் வேஷம் போடும் கூட்டம் அத மறப்போண்டா கொஞ்சம் இரும்பால ரக்க செஞ்சு இனி பரப்போமாடா வெட்டி பசங்க வேலை இதுன்னு சொல்லிடுவாங்க வெத்து பயக வெற்றி வந்தா வட்டி முதலா வந்து இழிப்பாங்க எச்ச பயக മാരായമുട്ടം സ്വദേശിയായിട്ടുള്ള ജോയ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി രാവിലെ 10:30 ഇറങ്ങുന്നു. ആമയഞ്ചൻ തോടിന്റെ ഭാഗമായിട്ടുള്ള ഈ കാണുന്ന പ്രദേശത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി 10:30 ഇറങ്ങിയ ജോയിയെ ഇരച്ചെത്തിയ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് കൂടെ ഉണ്ടായിരുന്നവർ കണ്ടത്. ഇതിനുള്ളിലേക്ക് റെയിൽവേയുടെ ഭാഗത്തുള്ള ടണലാണ്. ഇതിനുള്ളിലേക്ക് ജോയി അകപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുലരിയന്തേ ദൂരെ നിഴലുപോൽ നിൻചാരേ ആരാരോ ചിരികളൊന്നായി മായേ ചിതലുപോൽ നിൻ നെഞ്ചിൽ പതിയെ നീറും
നിഴല് പോൽ നിൻ ചാരേ ആരാരോ. ചിരികളൊന്നായി മായേ ചിതല് പോൽ നിൻ നെഞ്ചിൽ പതിയെ നീറുന്നു വാരാ. ഇത് മനുഷ്യരുടെ കഥയാണ്. അതിജീവനത്തിന്റെ കഥ, പ്രതീക്ഷയുടെ കഥ. ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഇനിയും ജോയ്മാർ ആവർത്തിക്കാതിരിക്കാൻ ലോകം നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാലം മാറി, കഥ മാറി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ചോദ്യം കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ സ്വമ്പോൾ, പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ, ഇതിനിടയിൽ രക്തസാക്ഷികളാകേണ്ടി വരുന്ന നിരപരാധികൾക്കായി നമുക്ക് അണിചേരാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, അവരുടെ സ്വപ്നങ്ങൾക്കായി, അവരുടെ നല്ല ഭാവിക്കായി.